ഹായ് മൈ സ്വീറ്റ് ഹാർട്ട്. സോറി, ഞാൻ വീട്ടിലേക്ക് വരുമ്പോ നിങ്ങളോട് പറയാൻ കഴിഞ്ഞില്ല. എന്നാലും നമ്മളെ തമ്മിൽ ആർക്കും പിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായില്ലേ? നിന്നെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് ഞാൻ കരുതിയത്. നിന്നെ ശരിക്കും നഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ചത്. നല്ല വിഷമമായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾ എത്ര അടുത്താന്ന് നോക്ക്. എന്റെ ഫ്രണ്ടിന്റെ മകളാ നീ. എനിക്കിപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. മീ ടു. സിഹി, മുത്തശ്ശന്റെ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യ. സീതമ്മ, നീ മിണ്ടാതിരിക്കേ, ഞാൻ ഇൻവൈറ്റ് ചെയ്തോളാം. വെറുതെ സംസാരിച്ച് സമയം കളയാൻ ആദ്യം നീ ഇൻവൈറ്റ് ചെയ്യ. ശരി സീതമ്മ, ഞാൻ ഇൻവൈറ്റ് ചെയ്തോളാം. ഡോക്ടർ അങ്കിൾ, നാളെ എന്റെ മുത്തശ്ശന്റെ ബർത്ത്ഡേ ആണ്. നിങ്ങൾ വരണം കേട്ടോ, പ്ലീസ്. ഓക്കെ സ്വീറ്റി, ഐ വിൽ ഡെഫിനറ്റ്ലി കം. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ്, ഫോൺ തന്നെ. എടാ ശ്യാമേ, മുത്തശ്ശന്റെ ബർത്ത്ഡേക്ക് ഉറപ്പായിട്ട് നീ വീട്ടിലുണ്ടാവണം. മനസ്സിലായോ? പറഞ്ഞതല്ലേ നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരുമെന്ന്. ബൈ ദ വേ, ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞിരുന്നു മുത്തശ്ശന് വയ്യാണ്ടാ കൊണ്ടുപോയെന്ന്. നിന്റെ മുത്തശ്ശാന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ എന്താ അവസ്ഥ? സാധാരണ പറയാറില്ലേ, മനുഷ്യന്മാർക്ക് വയസ്സാകുമ്പോ കുട്ടികളെ പോലെ ആവുന്നൊക്കെ. എന്റെ മുത്തശ്ശന്റെ കാര്യത്തിൽ അത് സത്യമാണ്. ബട്ട് നത്തിങ് മച്ച് ടു വറി അബൌട്ട് ഇറ്റ്. എന്തായാലും നീ ബർത്ത്ഡേക്ക് വരുന്നുണ്ടല്ലോ, അപ്പൊ മുത്തശ്ശനെ കാണാം. സീ യു സൂൺ അറിയാ. ബൈ ഡിയർ ഡോക്ടർ അങ്കിൾ. ബൈ. ബൈ ബൈ. ഏയ്, ഹാപ്പി ഹാപ്പി. അവൾ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ അവളോട് എന്ത് പറയും? ഡോക്ടറിനെ പോയി കണ്ടോ? എന്താ പറ്റിയേ? എന്തു പറഞ്ഞു? എന്താ പ്രശ്നം? അങ്ങനെ 100 ചോദ്യം ചോദിക്കും. ഞാൻ അവളോട് എന്ത് പറയും ഡോക്ടർ? എന്ത് പറയണം? അശോക്, കൂൾ. നിങ്ങളിപ്പോൾ ഒരുപാട് ടെൻഷനിലാണ്. പ്രാക്ടിക്കലായിട്ടാണ് പറയുന്നത് സാർ. എനിക്ക് എൻ്റെ വൈഫിനോട് അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല സാർ. കാര്യം എന്തായാലും ഞാൻ നേരിട്ടങ്ങ് പറയും. പക്ഷെ ഇപ്പോൾ ഫോൺ റിസീവ് ചെയ്തിട്ട് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. ഉള്ള കാര്യങ്ങൾ പറയാനും കഴിയില്ല. പക്ഷേ വേറെ എന്താ പറഞ്ഞ് മാനേജ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ? എന്ത് ചെയ്യും? അശോക്, ഈ സമയത്ത് ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും പ്രാധാന്യമുണ്ട്. 70% സ്നേഹത്തിനാണ് പ്രാധാന്യം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അനിയത്തി ദൈവം ഉണ്ടല്ലോ, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ അയച്ചേ. അവളും ഡോക്ടറാ. എന്നിട്ടിപ്പോൾ നിങ്ങൾ സ്നേഹം ഈ രോഗത്തിനുള്ള ചികിത്സയാണെന്നൊക്കെ പറയുന്നു. ശരിയാണ് അശോക്. സ്നേഹത്തെക്കാളും ദൈവത്തെക്കാളും എന്താ വലുതായിട്ടുള്ളത്? അതിനേക്കാളും വലുതായിട്ടുള്ളത് ഒന്ന് മാത്ര, വിശ്വാസം. നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിലും അനീതി പറഞ്ഞ് ദൈവത്തിലും വിശ്വസിക്കേ. അപ്പോഴേ ഇവിടുന്ന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് പ്രാധാന്യം ഉണ്ടാവും. ഈ കാര്യം നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ പറയേണ്ടെന്ന് പറഞ്ഞു. അത് പിന്നത്തെ കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഭാര്യയോട് കൂളായിട്ട് സംസാരിക്കേ. ഓക്കെ ഡോക്ടർ. പ്രിയയ്ക്ക് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എത്ര കൂളായിട്ട് ഈ വിഷയം അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ ക്യാൻസറിൻ്റെ കാര്യം കേട്ടാൽ അവൾക്ക് സഹിക്കാൻ കഴിയില്ല. സോ നിങ്ങൾ ഈ കാര്യം പറയരുത്. നെക്സ്റ്റ് ടൈം ഞാൻ വൈഫിനെ നേരിട്ട് മീറ്റ് ചെയ്തോളാം. നോട്ട് ആസ് എ ഡോക്ടർ, ആസ് എ ഫ്രണ്ട്. നിങ്ങളുടെ ഫ്രണ്ടായിട്ട് വരാം. എൻ്റെ പേഷ്യൻറ്റിന് ഭേദമാകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് വരും. താങ്ക് യു സർ. ഡോണ്ട് വറി, യു ആർ സ്ട്രോങ്ങർ ദാൻ വി ബിലീവ്. വിശ്വാസം വേണം. ഇറങ്ങട്ടെ. താങ്ക് യു. ഹലോ. ഹലോ. നിങ്ങളോ? നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചെന്നോ? സുഖാണോ? ഞാൻ എഴുതിയ ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയിരുന്നോ? അത് കണ്ടിട്ടാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്? ലെറ്ററോ? ഞാൻ വിളിച്ചത് ഒരു ലെറ്ററിനെ കുറിച്ച് സംസാരിക്കാനാ. പക്ഷേ നീ എഴുതിയ ലെറ്റർ അല്ല. പിന്നെ? നോക്ക്, എൻ്റെയും നിന്റെ ഈ കാര്യത്തിൽ നിനക്ക് വലിയ സെന്റിമെന്റ്സ് ഉള്ളതല്ലേ?
അത് പ്രൂവ് ചെയ്യാൻ ഞാൻ നിനക്കൊരു നല്ല അവസരം തരാം. എന്തവസരം? നീ നിൽക്കുന്ന ആശ്രമം സീത അവിടെയായിരുന്നോ? സീത ചേച്ചിയോ? അതെ, അവള് തന്നെ. അവിടുന്ന് അവള് ലെറ്റേഴ്സ് അയക്കാറുണ്ടായിരുന്നു. ആ ലെറ്ററിൽ അഡ്രസ് ഇല്ലാഞ്ഞിട്ട് തിരിച്ച് ആശ്രമത്തിൽ എത്തിയിട്ടുണ്ട്. അതെനിക്ക് വേണം. അത് എടുത്തു തരാൻ പറ്റുമോ? അവരെഴുതിയ ലെറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്കിപ്പോ എന്തിനാ? നോക്ക്, വെറുതെ കുറെ ചോദ്യങ്ങൾ വേണ്ട. കാര്യം നടക്കുവോ ഇല്ലയോ അത് പറ. നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? ആ സ്നേഹം സത്യമാണെങ്കിൽ നീ ഇതെനിക്ക് ചെയ്തതാ. സീത ചേച്ചി ആശ്രമത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾക്കിതൊക്കെ എങ്ങനെ അറിയാം? അവരാർക്കു വേണ്ടി എഴുതിയ ലെറ്റേഴ്സ് നിങ്ങൾക്കിപ്പോ എന്തിനാ? നോക്കഞ്ചു, ഒരുപാട് ചോദ്യങ്ങൾ വേണ്ട. നീ അത് ചെയ്തിട്ട് എന്നെ എത്രയും പെട്ടെന്ന് വിളിക്കണം. സോറി, എനിക്ക് കാര്യം ചെയ്യാൻ കഴിയില്ല. എന്താ കഴിയില്ലെന്നോ? ഇവള് വെണ്ണയല്ല, റബ്ബർ ബാൻഡാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല, സീത ആ കണ്ട ലെറ്റർ മുഴുവൻ ആർക്കെഴുതിയതായിരിക്കും? അശോക്, ഞാൻ ഈയിടെയായിട്ട് വല്ലാണ്ട് തടിക്കുന്നുണ്ടല്ലേ? സഡൻ ആയിട്ട് ആരെങ്കിലും അങ്ങനെ തടിക്കും എന്റെ മോളെ? പെൺകുട്ടികൾക്ക് ചിലപ്പോഴൊക്കെ വെയിറ്റ് ഗെയിൻ ഒക്കെ പെട്ടെന്നുണ്ടാവാറുണ്ട്. ഇതൊക്കെ പ്രഗ്നൻസിയുടെ സിംറ്റംസ് ആണെന്നാണോ? അശോക്, സത്യം പറ, നിനക്കൊരല്പം പോലും ആഗ്രഹമില്ലേ? അല്ല, ഒരു 2 ദിവസം എന്റെ മനസ്സിൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തോന്നിയപ്പോ തന്നെ എനിക്ക് എന്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? പക്ഷെ നിങ്ങൾ എത്ര ഈസി ആയിട്ടാ എല്ലാ സമയത്തും നടക്കുമെന്ന് പറയുന്നേ. എപ്പോഴും നിനക്ക് അതിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എന്തൊക്കെ സ്റ്റുപ്പിഡിറ്റിയാ നീ കാണിച്ചു കൂട്ടുന്നേ? എന്ത്? ഞാന് സ്റ്റുപ്പിഡിറ്റി കാണിക്കുവാണെന്നോ? അതെ, ഞാൻ സ്റ്റുപ്പിഡാ. നീ ഈയിടെയായിട്ട് വളരെ സെൻസിറ്റീവ് ആവുന്നുണ്ട് മോളെ. നീ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. അല്ല കുഞ്ഞെ, കുറച്ച് ദിവസങ്ങളായിട്ട് നിന്റെ ശരീരത്തിലുണ്ടായ ഓരോ മാറ്റങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നീ സെൻസിറ്റീവ് ആവുന്നതും ഇതിന്റെ എല്ലാം കാരണം ഇതായിരുന്നോ? അതെങ്ങനെ ശരിയാവും? നിനക്ക് ഈ അസുഖം എങ്ങനെ വന്നു? എന്നൊരു അമ്മയാകണമെന്ന് സ്വപ്നം കാണുന്നവൾക്ക് ദൈവം എന്തിനാ ഇങ്ങനൊരു ശിക്ഷ കൊടുത്തത്? ഹലോ, ആ മോളെ, ഞാനിപ്പോഴാ ഡോക്ടറിനെ മീറ്റ് ചെയ്ത് ഇറങ്ങിയത്. ഒരു കുഴപ്പമില്ലെന്ന്, എല്ലാം നോർമലാണെന്ന്. ഡോക്ടറോ കുറേ കാര്യം പറഞ്ഞു. എല്ലാം എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന്. ഇത്രയും ദിവസം ജോലി 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 എന്ന് പറഞ്ഞ് ജോലി മാത്രം ചെയ്തതിൻ്റെ കുഴപ്പമാണെന്ന്. ഇനി അങ്ങോട്ട് അച്ഛനമ്മമാരായിട്ട് സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കണമെങ്കിൽ ഞാൻ എൻ്റെ വർക്ക് ലോഡൊക്കെ മാറ്റി വെച്ച് വേഗം വീട്ടിലെത്തണം അത്രേ. ഡെയിലി മുടങ്ങാതെ, മൊബൈൽ കയ്യിലും വെക്കാതെ, ഓഫീസിലെ മെയിൽസ് ഒന്നും ചെക്ക് ചെയ്യാതെ നിന്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന്, ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കണമെന്നത്രേ. റാമാണല്ലോ വിളിക്കുന്നത്. ഹലോ ഹലോ ഹലോ. കോള് കട്ടായല്ലോ. അവൾക്കൊരു സംശയം തോന്നാതിരുന്നാൽ മതിയായിരുന്നു. മുത്തശ്ശന്റെ ബർത്ത്ഡേക്ക് ഷുഗർലെസ് കേക്ക് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. മുത്തശ്ശനും കഴിക്കാലോ. നമ്മൾ വേറെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടോ? അച്ഛനെയും അമ്മയും വിളിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരാ? അശോക് സർ, പ്രിയ, അഞ്ജലി. നമ്മുടെ വീട്ടിലെ പരിപാടിക്ക് നമ്മുടെ വീട്ടുകാരെ തന്നെ ഇൻവൈറ്റ് ചെയ്യാൻ നല്ല ശീലമാ. അതുമല്ല, നമ്മുടെ മുത്തശ്ശൻ അശോക് ഇല്ലാതെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യില്ല. ഈ ബർത്ത്ഡേ ഓർഗനൈസ് ചെയ്യുന്ന ഇൻചാർജ് അശോകനാ. ഈ ഫോർമാലിറ്റീസ് ഒക്കെ ഒന്ന് മാറ്റിവെച്ച്
ജസ്റ്റ് ഒന്ന് അവരെ വിളിച്ചു നോക്കിക്കൂടെ? അഥവാ വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിലോ? ഇല്ലെങ്കിൽ അവർക്ക് നമ്മുടെ കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്തൂടെ? അതും കറക്റ്റാ. ഈ അശോകനില്ലാതെ രാമന്റെ വണ്ടി മുമ്പോട്ട് പോവില്ല. എനിക്കിപ്പോ അവനെ കിട്ടാറില്ല. പ്രിയോട് ചോദിച്ചപ്പോ പ്രിയയ്ക്കും ഇപ്പൊ അവനെ കിട്ടാറില്ലെന്ന് എന്നോട് പറഞ്ഞത് അവള്. നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ, അത് തന്നെ അത്ഭുതമല്ലേ? ഓഫീസിലും അങ്ങനെ സംസാരിക്കാറില്ല, ഫോൺ ചെയ്യുന്നുമില്ല. ഒരു ഫോൺ പോലും ചെയ്യാതെ ഇവൻ ഒറ്റയ്ക്കിരുന്ന് എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അവനെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഐ ആം സോറി രാമ. ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും നിന്റെ ഫോൺ വരുന്നത് കണ്ടിട്ട് ഞാൻ എടുക്കാതിരിക്കുന്നത്. നിന്നോടെല്ലാം പറഞ്ഞൊന്ന് പൊട്ടിക്കരയണം എന്ന് എനിക്കുണ്ട്. പക്ഷെ നിന്നോടൊന്ന് സംസാരിച്ചാൽ ഞാൻ കരഞ്ഞു പോവും. അതുകൊണ്ട് എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കണ്ട. എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമല്ല. കാരണം ഇതെൻ്റെ വിഷമമാണ്, എൻ്റെ വേദനയും. ഞാൻ അനുഭവിച്ചോളാം, ഞാൻ പരിഹരിച്ചോളാം. ഈ അടുത്തൊരു പുതിയ ജീവിതം തുടങ്ങിയ നിന്നെ എൻ്റെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരില്ല. എല്ലാ സന്തോഷത്തിലും നീ എൻ്റെ പാർട്ട്ണറാണ്. പക്ഷെ സങ്കടങ്ങളിൽ വേണ്ടടാ. എൻ്റെ വേദന ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചോളാം. തൽക്കാലം ഇത് അറിയണ്ടടാ. നിന്നോടൊന്ന് നോർമലായിട്ട് സംസാരിക്കാൻ എപ്പോഴാണ് എനിക്ക് കഴിയുന്നത്, ഞാൻ അപ്പം നിന്നെ വിളിച്ചോളാം. അത്രയും കാലം സോറി. ആദ്യത്തെ 6 ഗ്രൗണ്ടിന് വെളിയിൽ, രണ്ടാമത്തെ 6 സ്റ്റേഡിയത്തിന്റെ വെളിയിൽ. അല്ല ഭാർഗവ്, ഈ മാച്ചിൽ നീ വിചാരിച്ച പോലെ ഒരൊറ്റ ഓവർ പോലും ഉണ്ടായില്ലല്ലോ. ആ സിഹിമോള് ബോർഡിംഗ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയെന്ന് മാത്രമല്ല, എനിക്കൊരു അനിയനെ വേണമെന്ന് പറഞ്ഞ് ഒരു ബോംബ് തന്നെ പൊട്ടിച്ചെറിഞ്ഞില്ലേ? ഈ കണ്ട ടെൻഷന്റെ എല്ലാം ഇടയിൽ നീ ഇങ്ങനെ അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് നടക്കുമല്ലേ? അല്ല ഭാർഗവ്, ഇതിന്റെ പിന്നിലുള്ള മിസ്റ്ററി എന്താന്നാ? മിസ്റ്ററി ഒന്നും ഇല്ല വിശ്വ. ഈ സെലിബ്രേഷനാണ് എനിക്ക് കിട്ടിയ ഒരേ ഒരു അവസരം. ഈ അവസരം നഷ്ടപ്പെട്ടെന്ന് വെച്ചോ, വീണ്ടും ഞാൻ ആ റാമിനെ നോക്കിയ പോലെ അവന്റെ മോനെ നോക്കി എന്റെ ജന്മം നശിപ്പിക്കേണ്ടി വരും. എന്നിട്ട് നീ എന്താ പ്ലാൻ ചെയ്തേക്കുന്നേ? പ്ലാൻ ഇപ്പൊ പറഞ്ഞ അതിന്റെ ഒരു രസം പോവില്ല വിശ്വ. ബർത്ത്ഡേയുടെ അന്ന് വരുന്നുണ്ടല്ലോ വലിയൊരു കൊടുങ്കാറ്റ്. വലിയ കൊടുങ്കാറ്റോ? കൊടുങ്കാറ്റെന്നല്ല, ഒരു സുനാമി തന്നെ വരുന്നത്. ആ സുനാമിയിലെ സീതയും കൂടെ സിഹിയും റാമിന്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഇല്ലാതാകുന്നുവെന്ന് കണ്ട് രസിച്ചോളൂ. ഓഹോ, ഓൾറെഡി മാച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞല്ലേ? സബാഷ്. സീക്കുട്ടാ, വീണ്ടും നീ ഇത് തുടങ്ങിയോ? സീതമ്മ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് നീ ഒരാൾ മാത്രം മതി, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചാന്ന്. നോക്ക്, നീ ആദ്യം ഈ അനിയന്റെ കാര്യം മറക്കണം, ഓക്കെ? സിഹി, നീ എന്തിനാ ഇങ്ങനെ വെറുതെ വാശി പിടിക്കുന്നത്? നീ ചോദിക്കുമ്പോഴത്തേക്ക് കൊണ്ടുതരാൻ അനിയൻ എന്താ കടയിലിരിക്കുന്ന പാവയാണോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബോർഡിംഗ് സ്കൂളിലേക്കൊക്കെ പോയതല്ലേ, പിന്നെന്താ എനിക്കൊരു അനിയനെ തന്നാല്? നീ എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് വേണ്ടി ബോർഡിംഗ് സ്കൂളിൽ പോയെന്നോ? നീ എന്താ ഇപ്പൊ പറഞ്ഞേ? എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം? സീതമ്മ, ഞാൻ അറിയാതെ അല്ല പറഞ്ഞത്, ഞാൻ സത്യമായിട്ടാ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു നിന്നോട് ബോർഡിംഗ് സ്കൂളിലേക്ക് പോവാൻ. സീതമ്മ, നിങ്ങളല്ല പറഞ്ഞത്. ഞാൻ ബോർഡിംഗ് സ്കൂളിൽ പോയാ നിങ്ങൾ രണ്ടുപേരും വളരെ ഹാപ്പി ആയിരിക്കുമെന്ന് ബഡ്ഡി ബംഗാരി അമ്മ ആന്റി എന്നോട് പറഞ്ഞു. വാശി പിടിച്ചത്. പക്ഷെ എനിക്ക് നിങ്ങളെ രണ്ടുപേരും വിട്ടിരിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയാ. എന്നെ വിട്ടിരിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചക്കരെ, ഭാർഗവിമേമ നിന്നോട് ബോർഡിംഗ് സ്കൂളിൽ പോയി ചേരാൻ പറഞ്ഞോ? ബഡ്ഡി ബംഗാരി അമ്മ ആന്റിയാ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഒരു മിനിറ്റ്. റാം, റാം, സിഹി, സിഹി, സത്യം പറ. അവരാണോ പറഞ്ഞത് ബോർഡിംഗ് സ്കൂളിലേക്ക് പോവാൻ? കള്ളം പറയല്ലേ.
അവരെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് അറിയില്ല സീതമ്മ. പക്ഷെ അവര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ബോർഡിംഗ് സ്കൂളിൽ പോയത്. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാ നിങ്ങൾ എന്നെ നോക്കുന്നത് മാത്രമേ പണിയുണ്ടാവുള്ളൂ എന്ന് എന്നോട് പറഞ്ഞത്. സീതമ്മ, ഞാൻ ചെയ്തത് കറക്റ്റ് അല്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാ പോയത്. ഇവിടെ എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ തോന്നുന്നുണ്ട്. ഭാർഗവി അമ്മ സിഹിയോട് എന്തിനാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്? അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? സിഹി ഞങ്ങളോടൊപ്പം ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ലെന്നാണോ? അതാവില്ല. ഭാർഗവി അമ്മ അങ്ങനെ ഒരാളല്ല. അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഞാൻ വീട്ടിലേക്ക് വന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടായില്ലല്ലോ? ബഡ്ഡി ബംഗാരി അമ്മ ആന്റിക്ക് നിങ്ങൾ എന്നെ എന്തോ ഒരു സ്നേഹിക്കുന്നുണ്ടെന്ന് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇന്നായിരിക്കും മനസ്സിലായത്. നാളെ എനിക്ക് അനിയൻ വന്നാലും നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞൊന്നും പോവില്ലല്ലോ. വരൂ സീത, ആദ്യം പോയി മേമ എന്തിനാ അങ്ങനെ സംസാരിച്ചെന്ന് ചോദിച്ചേ പറ്റൂ. റാം വേണ്ട. അല്ല സീത, മനസ്സിലൊരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ പോലും അത് ക്ലിയർ ചെയ്തേ പറ്റൂ. സംശയം ക്യാൻസർ പറയുന്നത് കേട്ടില്ലേ? ക്യാൻസറിനെ അതിന്റെ പ്രാരംഭത്തിൽ തന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കണം. മേമ എന്തിനാ സിഹിയോട് ബോഡി സ്കൂളിൽ പോകാൻ വേണ്ടി പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, സിഹി ഒരിക്കലും കള്ളം പറയില്ല. മേമയുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ സീത. ഐ വാണ്ട് ടു നോ. റാം, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ഈ സമയത്ത് ഇതൊക്കെ പോയി സംസാരിക്കുന്നത് ശരിയായിട്ട് തോന്നുന്നില്ല. അവർ ഉറങ്ങിക്കാണും. പിന്നെ എപ്പോഴാ വേണ്ടത്? മേ ബി നമ്മൾ അമ്മയെ ഒന്നും കൂടി മനസ്സിലാക്കാനുണ്ടാവും. അതല്ലേ പറഞ്ഞത്, ഇപ്പൊ തന്നെ മനസ്സിലാക്കാൻ നീ എന്റെ കൂടെ വാന്ന്. റാം, ഈ സമയത്ത് അത് സംസാരിച്ച് ശരിയാവത്തില്ല. നമുക്ക് ഈ കാര്യത്തിന് ഡീറ്റെയിൽസ് അറിയോ? കാരണം അറിയോ? ഇല്ലല്ലോ അല്ലേ? പെട്ടെന്ന് പോയി നിങ്ങളാണോ സിഹിയോട് ബോർഡിംഗ് സ്കൂളിലേക്ക് പോയി ചേരാൻ പറഞ്ഞെന്ന് ചോദിച്ചാലോ? അവരുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ എപ്പോ ചോദിക്കണം? നമുക്കൊന്നും കൂടി സിഹിയുടെ കൂടെ ഇരുന്ന് ഈ കാര്യം ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് പോയി അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച പോരെ? ഓ ഗോഡ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നീ കേക്കില്ല സീത. നോ പോയിന്റ്. റാം, ഇനി എന്റെ പ്രിയ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? എപ്പോഴും അവള് ചൊറിഞ്ഞോണ്ടിരിക്കുന്ന പോലെ എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റുമോ? തീറ്റ പണ്ടാരം എന്ന് വിളിച്ച് എനിക്ക് കളിയാക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും ചെയ്യാതെ ഞാൻ ചുമ്മാ ഇരുന്നാലും അവൾക്ക് സംശയം തോന്നില്ലേ? എനിക്ക് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ കാരണം അവള് വിഷമിക്കില്ലേ? പക്ഷെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. എനിക്കുമല്ല അവൾക്കുമല്ല. സിറ്റുവേഷനാണ് മാറ്റം ഉണ്ടായത്. എനിക്കിത് നേരിട്ടേ പറ്റൂ. അയ്യോ മോനെ, ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ? ഡോക്ടർ എന്തു പറഞ്ഞു? പ്രിയോട് ചോദിച്ചപ്പോ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. എന്നാലും മോൻ പറയുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. രാവിലെ ഡോക്ടർ മോനോട് ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞതല്ലേ? മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുമായിരുന്നു. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? ഇല്ലാമേ, ഒരു പ്രശ്നമില്ല. ഭാഗ്യം. എന്നിട്ട് ഡോക്ടർ എന്തിനാ നിങ്ങളോട് നാളെ സംസാരിക്കാം പ്ലീസ്. അഞ്ജു, എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നുണ്ട്. നിന്റെ ചേട്ടനോട് ചോദിച്ചിട്ട് ശരിക്കും ഒരു മറുപടി പറയുന്നില്ല. അമ്മേ, ഇതിൽ പേടിക്കാൻ മാത്രം എന്താ ഉള്ളത്? പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ എന്തായാലും അത് പറയില്ലേ. നിങ്ങൾ വെറുതെ പേടിക്കല്ലേ, പോയി കിടന്നുറങ്ങിക്കോളൂ. അല്ല, ഒന്ന് വാ അമ്മേ. അവൾ ഉറങ്ങിപ്പോയി സീത. ഇത്ര ചെറിയ കുട്ടിയുടെ എന്താ ചോദിക്കേണ്ടത്? ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എന്റെ മകൾ ഒരിക്കലും കള്ളം പറയില്ല. അല്ല, എന്നാലും മേമയുടെ മനസ്സിൽ എന്താന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ സീത. ഒന്ന് ക്ലാരിഫൈ ചെയ്യാന്ന് പറഞ്ഞപ്പോ നീ എന്നെ തടഞ്ഞു. ഈ വീട്ടിലേക്ക് വലിയ ബിസിനസ്സുകാർ വന്നാലും പിച്ചക്കാർ വന്നാലും ഞങ്ങൾ വ്യത്യാസം കാണിക്കാറില്ല. എൻ്റെ അപ്പോ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് സീത.
എന്റെ അപ്പോനെ ഒരിക്കലും വിട്ടു പോകരുത് സീത. മുത്തശ്ശൻ ഞങ്ങളിലൂടെ ഒരു അനന്തരാവകാശി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിന്നോട് ഞാൻ ഒരമ്മയെ പോലെ അപേക്ഷിക്കുകയാണ്. എന്റെ അച്ഛന്റെ ജീവൻ ഇപ്പൊ നിന്റെ കൈകളിലാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം നിന്റെ കൈകളിലാണ്. ഭാർഗവി ഞങ്ങളോടെല്ലാം പറഞ്ഞു. സിഹി ഞങ്ങളുടെ കൊച്ചുമോള. കുഞ്ഞിന്റെ കാര്യം ഓർത്ത് മോള് ഒന്നുകൊണ്ട് വിഷമിക്കാൻ നിൽക്കണ്ട. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? വരുന്ന അഷ്ടമിക്ക് വീട്ടിലെ തൊട്ടില് ഒരു കൃഷ്ണനും കിടക്കുന്നുണ്ടാവും. എന്റെ കൊച്ചുമോനെ എടുത്ത് കൊഞ്ചിക്കാൻ വേണ്ടിയാ എന്റെ ജീവൻ ഇപ്പോഴും ബാക്കി കിടക്കുന്നു. കണ്ണിൽ കാണുന്നതെല്ലാം വിശ്വസിക്കരുത്. ഇവിടെ എല്ലാം വിചാരിക്കുന്ന പോലെ ആവില്ല. സത്യം ചിലപ്പോൾ മറ്റൊന്നായിരിക്കും. ഭാർഗവിയമ്മയെ കുറിച്ച് എന്താ എനിക്കിപ്പോ ഒരു സംശയം തോന്നുന്നത്? ഞാൻ അവരെ കുറിച്ച് ആദ്യം മനസ്സിലാക്കിയ കാര്യങ്ങളാണോ ശരി? എന്താ ആലോചിക്കുന്ന സീത? ഞാൻ ഇപ്പോഴെങ്കിലും പോയി സംസാരിച്ചിട്ട് വരട്ടെ? വേണ്ടറോ. നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യം നിങ്ങൾ അറിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എനിക്കൊന്നും കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല റാം. സിഹി പറഞ്ഞു എന്ന് കരുതി നമ്മൾ ധൃതി കാണിക്കാൻ പാടില്ല. വെൻ ഇറ്റ് ഡൗട്ട് വി ഹാവ് ടു സ്ലോ ഡൗൺ. ബട്ട് സിഹി ഒരിക്കലും കള്ളം പറയില്ലല്ലോ സീത. അതെനിക്കറിയാം റാം. നിങ്ങൾ മേമയ്ക്ക് അമ്മയുടെ സ്ഥാനം കൊടുത്തേക്കുന്നത്. സിഹി ഇമ്പോർട്ടന്റാ, അമ്മ ഇമ്പോർട്ടന്റാ. ഇവള് പറഞ്ഞു എന്ന് പറഞ്ഞ് അമ്മയെ പോയി നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. ബട്ട് ഭാർഗവി മേമയുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും, നമുക്കൊരു സമാധാനം കിട്ടില്ലേ സീത? റാം, ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങ്. ഈ കാര്യത്തില് ഞാൻ വേറെ താൻ വേറെ എന്നാവരുത്. നിങ്ങൾ എപ്പോഴും പറയാറില്ലേ വി ആർ എ ടീം എന്ന്? അതുപോലെ സോൾവ് ചെയ്യാൻ പറ്റണം.